ആന വന്ന് ഒരു 3:30-4 മണിയായപ്പോഴത്തേക്കും വന്നു. നമ്മുടെ മെഷീനുണ്ട്, കാറിൽ തുടങ്ങി അലാറം അടിച്ചു. അടി തുടങ്ങിയ പാടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആനയും കൂടെ ഒറ്റയ്ക്ക് അടിച്ചു. കാട്ടിന് കുഴപ്പമാണ്. ഇപ്പൊ അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് അമ്മയ്ക്ക് പണി നിർക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ കുഞ്ഞുപിള്ളേർ നോക്കുന്ന കഞ്ഞിയൊക്കെ വെച്ച് കൊടുത്ത് മരുന്നൊക്കെ എടുത്തു കൊടുത്ത് അങ്ങനെ കുന്നും മലയും കയറിയിട്ട് ഹാർട്ടിന് പ്രശ്നമല്ലേ. പിന്നെ അമ്മയ്ക്ക് കിഡ്നിക്ക് കംപ്ലൈന്റ്. അതുകൊണ്ടോ? കിഡ്നിക്ക് കംപ്ലൈന്റ് എന്തോ ചെറിയ പ്രശ്നം ഉണ്ടെന്നാണ് അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അതിന് മരുന്ന് കഴിക്കുന്നുണ്ട്. അതെ, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അമ്മ അതൊന്നും ആരോടും പറഞ്ഞില്ല. ഹാർട്ടിന്റെ കാര്യം ഞാൻ എന്നാൾ പറഞ്ഞറിഞ്ഞായിരുന്നു. കിഡ്നിക്ക് കംപ്ലൈന്റ് അങ്ങനെയല്ല, ആകെ പ്രശ്നമായി. അമ്മ രോഗി ചെയ്യുന്നതായിരുന്നു തന്നെ പറയാം. അപ്പം ഉമ്മയും കൂടെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആയപ്പോ തന്നെ എന്റെ പണിയും പോയി. എനിക്കും ആരുമില്ല, അവർക്കും ആരുമില്ലാത്തൊരവസ്ഥ. ഇപ്പൊ ഞങ്ങൾ 3 പേരും കൂടെ കിടന്നിങ്ങനെ തുഴയുവാണ്. എന്നെ ചെയ്യാൻ എവിടെയെങ്കിലും ഒരു പണി കിട്ടിയാൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ചാർന്നമാരെ ഇട്ടിട്ട് പോകുന്ന കാര്യം നോക്കുമ്പോൾ അതിനെക്കാട്ടിലൊരു വിഷമം. ഇതൊന്നും അങ്ങനെ ആന വന്നല്ലേ? ആന വന്നു. അയ്യോ, ആന വന്നേ. പിന്നെ നമ്മൾ ഞെട്ടി ഇവിടെ ഇരുന്നു. ഒന്നും ചെയ്യാൻ പറ്റിയല്ലോ അല്ലേ? എന്നാ ചെയ്യാൻ ഇറങ്ങിപ്പോകാനോ വല്ലതും പറ്റുമോ? അതെ അതെ. അങ്ങനെ ഇവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ആന പോയി കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളി മിണ്ടിയിട്ടില്ല. അലാറം എല്ലാരും കാർന്ന് കേട്ടു, വെക്കുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ആന കരയുന്നത്. ഇത് കിടന്നതാണോ ചേച്ചി പറഞ്ഞ പോലെ? കിടന്ന് നല്ലെന്ന് തോന്നി. ഇവിടെ ചവിട്ടി ഇത് കണ്ടോ? വീണതാണ്. നല്ലതേ ചവിട്ടി പതുക്കിയതാ. കണ്ടില്ലേ കാല്? കുറെ നേരം ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ചക്ക തിന്നാൻ വേണ്ടി. ചക്ക തിന്നാ ഇവിടുന്ന് നിന്ന് എത്തിപ്പറിക്കാമല്ലോ ആനയ്ക്ക്. കുറെ നേരം ഇവിടെ കിടന്ന് പണിതുണ്ടാവും. ഈ കസേരയിൽ തിണ്ണൽ ഇരിക്കുവാണെങ്കിൽ പോലും അവിടുന്ന് എഴുന്നേറ്റ് കട്ടിലേ പോയി കിടക്കാനും ഒന്ന് മൂത്രം ഒഴിക്കാൻ ഇറങ്ങാനും എല്ലാത്തിനും ജാസിന് സൗകര്യം. ജാസൻ ഇത്രയും കാലം ജീവിച്ച് പരിചയമുള്ള ആ വീടും പരിസരവും മാത്രം. അതുകൊണ്ടാണ് ജാസൻ എങ്ങും പോകാൻ മടി കാണിക്കുന്നത്. ഇനിയിപ്പോൾ ജാസൻ പോകാൻ നമ്മൾ പറയുന്നില്ല. ഇവിടെ കിടന്ന് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, അത്ര തന്നെ. ആന വന്നാലും എന്ത് വന്നാലും ഇവിടെ തന്നെ കിടക്കട്ടെ എന്നാണ് അവരുടെ ആഗ്രഹവും. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് എൻ്റെ പ്രാർത്ഥനയും. നമ്മുടെ പണി പോയാലും കാരണന്മാർ ഉള്ളത്രയും കാലം കാരണന്മാരോട് ജീവിക്കാമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ പഞ്ചായത്തിൽപ്പെട്ട ചപ്പമല എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത്. മത്തഞ്ചേട്ടനെയും ചേച്ചിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അവരുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി ജനലും കട്ടിലൊക്കെ കൊണ്ടുപോയി ഇറക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ്. രാത്രിക്കാണ് നമ്മൾ കൊണ്ടുപോയി ഇറക്കിയത്. അതിന് ശേഷം ഞാൻ ഇന്നാണ് വരുന്നത്. ഒരു 2 മാസം മുന്നേ നമ്മൾ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണിച്ചിരുന്നു അവരുടെ വീടിൻ്റെ തൊട്ടുപുറകിലായിട്ടുള്ള ഒരു പ്രദേശത്ത്, അതായത് കാട്ടുമൃഗങ്ങളൊക്കെ വരുന്ന ആ ഒരു പ്രദേശത്ത് അലാം സിസ്റ്റം കൊണ്ട് വെച്ച് ഇൻസ്റ്റാൾ ചെയ്തൊക്കെ നമ്മൾ കണ്ടിരുന്നു. ജിഷോയാണ് അതുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത്. ഏതായാലും അതിന് ശേഷം പല പ്രാവശ്യമായിട്ട് ആ സിസ്റ്റം അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാനുകളോ മറ്റ് ചെറിയ ജീവികളൊക്കെ വരുമ്പോഴായിരുന്നു. ഏതായാലും ആനയൊന്നും പിന്നെ ഇങ്ങോട്ട് വന്നില്ല. ഇന്നലെ വെളുപ്പിന് ഒരു 3 മണിക്ക് ഈ ഒരു പ്രദേശത്ത് അവരുടെ വീടിൻ്റെ പുറകിലായിട്ട് ആന വന്നു. ആന വരികയും ചെയ്തു. അതിൻ്റെ ഒരു പരിസരത്തെത്തി, അലാം സിസ്റ്റത്തിൻ്റെ പരിസരത്തെത്തിക്കഴിഞ്ഞപ്പോൾ അലാറം അടിക്കുകയും ചെയ്തു. ആന ചിഹ്നം വിളിച്ചുകൊണ്ട് വെപ്രാളപ്പെട്ട് ആന തിരിച്ചു ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. വലിയ ഭീതിയിലായിപ്പോയി വീട്ടുകാരൊക്കെ. ചേട്ടനും ചേച്ചിയൊക്കെ വലിയ പേടിയിലായിപ്പോയി. കാരണം വലിയ ഒച്ചപ്പാടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇന്നലെ രാവിലെ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ഇന്നലെ ഇങ്ങോട്ട് എത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഞാൻ ഇന്ന് ചൊവ്വാഴ്ച ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളതൊന്ന് കാണുക. ആന എങ്ങനെ ഇറങ്ങി വന്നു, എങ്ങോട്ട് കയറിപ്പോയി എന്നൊക്കെയുള്ളതൊന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അവരോടൊന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുക എന്നുള്ളതൊക്കെയാണ്. ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ ഒരു എപ്പിസോഡിൽ. ഏതായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം കേട്ടോ. ഈ ഒരു പ്രദേശത്തായിട്ടാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കൊട്ടിയൂർ ക്ഷേത്രം ഉള്ളത് കേട്ടോ. ഈ കാണുന്ന പ്രദേശമൊക്കെ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ അവിടെ ഉത്സവം നടക്കുന്നതുകൊണ്ട് വലിയ തിരക്കാണ്. അതാണ് നമുക്ക് ഇന്നലെ ഇങ്ങോട്ട് വരാൻ സാധിക്കാതെ പോയത് കേട്ടോ. ഏതായാലും നമ്മളിന്ന് അങ്ങോട്ടൊന്ന് പോവുകയാണ് കേട്ടോ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച പോലെ തന്നെ അവിടെ മൊത്തം പുല്ലൊക്കെ പിടിച്ചു. ഇപ്പോൾ അട്ടയുടെ കളിയാണ്. അട്ടയൊക്കെ കയറാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഏതായാലും നമ്മൾ അതൊന്നും വകവെക്കുന്നില്ല. നമുക്ക് ഏതായാലും അവിടെ നിന്ന് ചെന്ന് നോക്കാം എന്താണ് അവിടുത്തെ സ്ഥിതി എന്നുള്ളത്. ആന ഇറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്ഥിരം ഇറങ്ങുമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ അലാറം അടിച്ച് ഇപ്പോൾ ആന പേടിച്ച് പോയതിൻ്റെ കാര്യം ഞാൻ ജിഷോയുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ജിഷോയ് പറഞ്ഞത് ആന ഇനി കുറച്ച് നാളത്തേക്കെങ്കിലും വരില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അതായത് നമുക്കത് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റിയില്ല. അതായത് ഈ പ്രദേശത്തൊന്നും വേറെ ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനെ നടക്കുമ്പോൾ സൂക്ഷിച്ചേ നടക്കാൻ പറ്റുള്ളൂ. അതിൽ നമുക്ക് നോക്കാം കേട്ടോ. ഭയങ്കര തെന്നലുണ്ട് ഈ പ്രദേശത്തൊക്കെ. നിലത്തൊക്കെ നോക്കിയാൽ അറിയാം പായൽ പിടിച്ചു. കഴിഞ്ഞ ദിവസം ജീപ്പൊക്കെ നമ്മൾ സാധനങ്ങൾ കയറ്റിക്കൊണ്ട് വന്നപ്പോൾ ജീപ്പൊക്കെ ഒന്ന് തെന്നി പോയായിരുന്നു. അങ്ങോട്ട് കയറിപ്പോയപ്പോൾ ഇവിടെ നിന്ന് ജീപ്പൊന്ന് ടയർ പൊങ്ങിപ്പോവുകയൊക്കെ ചെയ്തായിരുന്നു. ഭയങ്കര റിസ്ക്കാട്ടോ അങ്ങോട്ട് സാധനങ്ങൾ എത്തിക്കുക എന്നൊക്കെ പറയുന്നത്. ചെറിയൊരു തോർച്ചയുണ്ട്, അതുകൊണ്ട് സമാധാനം. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു.
മൊത്തം പറമ്പ് ഈ വഴിയൊക്കെ കംപ്ലീറ്റ് പുല്ല് പിടിച്ചു കേട്ടോ. മഴക്കാലമായി കഴിഞ്ഞാൽ ഇതിലും കഷ്ടമായിരിക്കും, കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇതിലും പുല്ല് പിടിക്കും കേട്ടോ. വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങോട്ട് വയറിലൊക്കെ ഈ പ്രദേശം ഈ മുകളിൽ കൂടെയൊക്കെ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതായാലും അവരുടെ വീടിൻ്റെ ആ ഭാഗത്തൊന്നും ചെന്ന് നോക്കാം എന്താ സ്ഥിതി. ഇവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്, ആരും പറിക്കാനില്ലാത്തതുകൊണ്ട് ചക്കയൊക്കെ പഴുത്ത് വീണിട്ട് അതിൻ്റെ അകത്ത് വലിയ തേനീച്ചകൾ വന്ന് തേൻ നികരുന്ന കാഴ്ചയായിട്ട് കാണുന്നത്. തേൻ വരിക്കയാണെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ മുകളിലെത്തി കേട്ടോ. നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ആനയുടെ വന്ന കാര്യമൊക്കെ ചോദിക്കാം കേട്ടോ. കിടക്കുമായിരുന്നോ? ആ അവിടെ സാരാ അങ്ങനെ ആന വന്നല്ലേ? ആന വന്ന് ഒരു 3:30-4 മണിയായപ്പോഴത്തേക്കും വന്നു. നമ്മുടെ മെഷീനുണ്ട്, കാറിൽ തുടങ്ങി. അലാറം അടിച്ചു. അടി തുടങ്ങിയ അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആനയും കൂടെ ഒറ്റ അടിച്ചു. പിന്നെ നമ്മൾ ഞെട്ടി ഇവിടെ ഇരുന്നു. ഒന്നും ചെയ്യാൻ പറ്റിയല്ലോ അല്ലേ? എന്താ ചെയ്യാൻ, ഇറങ്ങിപ്പോകാനോ വല്ലതും പറ്റുമോ? അതെ. അങ്ങനെ ഇവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ആന പോയി കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളി മിണ്ടിയിട്ടില്ല. അലാറം നിന്നു. അടിച്ചല്ലോ അല്ലേ? അടിക്കുകയും ചെയ്തു അല്ലേ? വന്ന പാടെ അടിച്ചു. ആന അന്നേരത്തേനും അടുത്തെത്തി. അപ്പൊ ഇതിന്റെ ഒച്ച കേട്ടപ്പോഴത്തേന് ആനയെ കയറി. പക്ഷെ ഇതിന്റെ ഒച്ച അതിന്റെ ഒച്ചയായത് കാരണം പക്ഷെ ഈ ആനയുടെ ഒച്ച ശരിക്കും തിരിഞ്ഞില്ല. ആന അതേപോലെ പേടിച്ച് ഓടിപ്പോയി. ഓടിപ്പോയി അല്ലേ? ശരിക്കും ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു തോന്നുന്നല്ലേ? ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു തോന്നുന്നല്ലേ? ഇങ്ങോട്ട് ഇറങ്ങി വന്നതാ. അതെ. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഇവൻ കാറിയത്. എവിടം വരെ എത്തിയായിരുന്നു ഏകദേശം? ആനയോ? ആന ഏകദേശം എവിടം വരെ എത്തിയെന്ന് ചിലപ്പം പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ഇവര് കുറെ ആളെല്ലാം കയറി പോയെന്ന് പറഞ്ഞു ചിലപ്പോ. ഇവിടെ നമ്മുടെ ഈ ഇത് വെച്ചിട്ടില്ലേ, അവിടം വരെ എത്തി. അവിടെ എത്തി. അലാറം വെച്ചതിന്റെ അവിടം വരെ എത്തി. അവിടം വരെ എത്തി. അതല്ല, സാധനം വെച്ച് നന്നായില്ലേ? അയ്യോ, സാധനം വെച്ച. ഇനി ഞങ്ങളെ ആദ്യം വിചാരിച്ചു, ഞങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞപ്പോഴേ ഇത് പാന വെപ്രാളത്ത് ഇങ്ങോട്ട് ഓടി പോകുന്നായിരുന്നെങ്കിലേ പറയാൻ ഇങ്ങോട്ട് ഓടി പോകുന്നില്ല, ആരും നേരെ അങ്ങോട്ട് തന്നെ. നമ്മൾ അങ്ങോട്ട് തിരിച്ചു വെച്ചേക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് വന്നാൽ അപ്പം അടിക്കും. താഴേന്ന് വരാൻ നന്നായി. താഴേന്ന് വന്നാ കാണുകയല്ലോ. ഇത് മുന്നേ ഈ ഭാഗത്തൊക്കെ തന്നെ വന്നിട്ടുണ്ടല്ലേ? അതുകൊണ്ടല്ല നമ്മൾ അവിടെ വെച്ചാലേ ഒന്ന് വന്നു. അതിലൂടെ അങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് പോയിട്ടുള്ളൂ അല്ലേ? ഈ വന്ന് ഇപ്പൊ വന്ന വഴിക്ക് വന്നിട്ടുള്ള ആണല്ലേ? അങ്ങനെ വന്നിട്ട് നമ്മുടെ അവിടെ മോളിൽ വീണ് കിടപ്പല്ലേ മുകളില്. മനസ്സിലായി. അത് പണ്ട് വന്ന് ഒരു 3-4 കൊല്ലം മുമ്പ് വന്നിട്ട് മറിച്ച് വെച്ച് പോയതാ. അത് പിന്നെ ഇങ്ങനത്തെ ശല്യം ഇന്ന് ഇപ്പോഴാണ് ഉണ്ട്. ഇത്ര അടുത്തിങ്ങ വന്ന്. മറ്റേന്ന് പറഞ്ഞ കഴിഞ്ഞ കൊല്ലൊക്കെ ഇന്നാണ് നിങ്ങൾ വന്നപ്പോ. അല്ല, ഇത് അതുകൊണ്ട് ഇപ്പൊ അറിഞ്ഞല്ലോ ആന വന്ന കാര്യം. അല്ലെങ്കിൽ നേരം വെളുത്ത് ഏതെങ്കിലും തെങ്ങ് മറിഞ്ഞ് നടക്കുന്നത് കാണുമ്പോഴല്ലേ അറിയുള്ളൂ. അല്ലെ നമ്മളവിടെ പോകണം. അതെ. അല്ലെ പോയിട്ട് പിന്നെ അറിയുള്ളൂ. ഇപ്പൊ ഈ കശുവണ്ടി സീസണൊക്കെ കഴിഞ്ഞോണ്ട് ഇപ്പൊ ആരും അങ്ങനെ കയറി പോവില്ലായിരിക്കും അല്ലേ? എല്ലാരും പോവാനാ. വെള്ളത്തിന്റെ പ്രശ്നം ഇപ്പൊ ഇത്ര മഴ പെയ്യാൻ തുടങ്ങിയോണ്ട് തീർന്നു കാണും അല്ലേ? വെള്ളത്തിന്റെ പ്രശ്നം തീർന്നു. ഇപ്പൊ എന്ത് കിടക്കും. ഇനിയിപ്പോ ചെറുക്കം വന്നിട്ട് വേണം നോക്കാൻ. ചേച്ചിയാ എല്ലാ കൃഷിയല്ല. അങ്ങനെ ആന വന്നല്ലേ? ആന വന്നു. അയ്യോ, ആന വന്നോ? ആന വന്നേ. ഇപ്രാവശ്യം വരികയല്ലെന്ന് വിചാരിച്ചിരുന്നല്ലേ? കൊറേ ദിവസം ക്യാമറയും കൊണ്ടേ വെച്ച് കൊറേ ദിവസം അടിക്കുന്നൊക്കെ കാണാറുന്നല്ലേ? നമ്മൾ വിചാരിച്ച് കഴിഞ്ഞ് കാണുമെന്ന്. ഇനി വരികയായിരിക്കും. ഒരു മാസം കണ്ട് വെച്ചില്ലേ നമ്മളിവിടെ? 1 മാസത്തോളം വെച്ചില്ലേ? കയ്യാലൊക്കെ ഇടിച്ച് കയ്യാലെല്ലാം ഇടിച്ച് അവിടെ ഇറങ്ങി ആണല്ലേ? ഇറങ്ങാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ഇത് അടിച്ചപ്പോ തിരിച്ചോടി പോയി കാണും അല്ലേ? അടിച്ചപ്പോ പേടിച്ചു പോയെന്ന് തോന്നുന്നു. അല്ലേ? ഇങ്ങനെയാ പോയത്. നമുക്കൊന്ന് അവിടെ വരെ ഒന്ന് പോയി നോക്കിയാലോ? വരുമോ? കൂടെ അട്ട ഉണ്ടാവോ? ഉണ്ടാവുമായിരിക്കും. എന്നാണ് അട്ടയോ? അട്ടയൊന്നും ആയില്ല. ആയില്ലല്ലേ? ഇല്ല. അതായത് നമ്മൾ കഴിഞ്ഞ ഇതിന് മുന്നേ ഒക്കെ പല പ്രാവശ്യം നമ്മൾ സ്ഥലം കാണിച്ചിട്ടുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ അലാം സിസ്റ്റം. ഈ ഒരു ഇത് കശുമാവാണ്.
കശുമാവ് എന്ന് പറഞ്ഞാൽ കാഷ്യൂ ട്രീ കശുവണ്ടി ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് നമ്മൾ അലാം സിസ്റ്റം വെച്ചത്. നമ്മൾ ആ എപ്പിസോഡിലൊക്കെ നമ്മൾ കണ്ടതാണ്. അത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെ വന്ന സ്ഥലം അതിൻ്റെ തൊട്ടിപ്പുറത്ത് വരെ വന്നിട്ടുണ്ട് കേട്ടോ. അതൊന്ന് പോയി നോക്കാം. നമ്മളിതിന് മുന്നേയൊക്കെ അവിടെയായിരുന്നു ക്യാമറ വെച്ചിരുന്നത്. കൃത്യം ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇത് കിട്ടിയാനായിട്ടൊന്നല്ലോ. നമ്മൾ ക്യാമറ വെച്ച ആ കവുങ്ങാണ് ആ കാണുന്നത് കേട്ടോ. ഈ കവുങ്ങയിലാണ് നമ്മൾ ക്യാമറ വെച്ചത്. ആ കവുങ്ങയിലൊക്കെ ആന വരച്ച് പോയതിൻ്റെ ചെളിയൊക്കെ കാണാം കേട്ടോ. ഇറങ്ങിയത് ഇടിച്ച് കളഞ്ഞേക്കുന്നുണ്ടോ, മതിലിടിച്ചേക്കുന്നുണ്ടോ. പടം വരെ വന്നു കേട്ടോ ആന. ഇതുണ്ടോ, ഇത് ഇടിച്ചിറങ്ങിയതാണ്. അപ്പം ഇങ്ങനെ മുകളിൽ നിന്നല്ല വന്നേ. ഞാൻ ഓർത്ത് ഇവിടുന്നാണ് വന്നേ. ഇതിലേ വന്നല്ലേ? ഞാൻ ഓർത്ത് ഇതിലേ ആയിരിക്കും. തെങ്ങ അവിടെയല്ലേ ഓടിച്ചിട്ടേക്കുന്നത്. കേറി പോവാണ്. ഇതിലെയാണോ കയറി പോയേ? അല്ലല്ലോ, പോയത് അതിൽ തന്നെയാ പോയത് അല്ലേ? ഇടിച്ചത് ഇതുണ്ടോ, ചവിട്ടി ഇറങ്ങിയ പാടാണ് കണ്ടത്. അതിൽ മൊത്തം ഇടിച്ച് പൊളിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ അലാറം സിസ്റ്റം ഇവിടെ തന്നെയുണ്ട്. ഏതായാലും അതുകൊണ്ട് നമുക്ക് വലിയ ഉപകാരം തന്നെ കേട്ടോ. കണ്ടോ, ഇവിടെ വന്നപ്പോ ഇത് കാറിയെന്ന് തോന്നുന്നു. ആനയും കാറി. ആന കാറി പേടിച്ചു പോയില്ലേ? പേടിച്ചു പോണല്ലോ. അല്ലേ, പേടിയില്ലാണ്ടായി കഴിഞ്ഞപ്പോൾ ആന ഇവിടം വരെ എത്തി. ഇവിടത്തേക്ക് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആനയ്ക്ക് വേറെ നിവൃത്തിയില്ല. ആന അതേപോലെ തന്നെ കാറി തിരിച്ച് ഇങ്ങോട്ട് തന്നെ കയറി പോയെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഇതേപോലെ ഇടിച്ച് വെച്ചിട്ടുണ്ട്. മണ്ണിടിച്ച് നമ്മൾ ക്യാമറ വെച്ചതാ ഇവിടെ ആദ്യം. നല്ല സുഖത്തിന് കിട്ടിയേനെ. അല്ലെന്നേ അത്തേൽ ഉരച്ചേക്കുന്നുണ്ടോ? മത്തേൽ മണ്ണ് കണ്ടോ? ആന ഉരച്ചേക്കുന്ന ആനയുടെ മുതുക് ഉരഞ്ഞു പോയതാ. അത് തന്നെ വേണ്ടോ, ആനയുടെ മുതുക് ഉരഞ്ഞു പോയോ? കണ്ടോ, ഇവിടെയൊക്കെ ഇടിച്ചിട്ടേക്കുന്നത്. വലിയ ആനയാട്ടോ അത്, വലിയ ആനയാ. അത് അത്ര വലുതല്ല. കണ്ടായിരുന്നോ? കാല് രണ്ട് കാലിന്റെ വിധിയുണ്ട്. അത്ര വലിയതല്ല, അത്ര ചെറുതുമല്ല. അതെ. ഇവിടെയാണ് നമ്മളന്ന് ക്യാമറ വെച്ചത് കേട്ടോ. അന്നത്തെ എപ്പിസോഡൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇവിടെ നിന്നാണ് ക്യാമറ വെച്ചത്. അതായത് അലാം സിസ്റ്റവും കാണാൻ ഭാഗത്തിന് നമ്മളന്ന് ക്യാമറ ആദ്യം വെച്ചത് കേട്ടോ. ആദ്യം ക്യാമറ വെച്ചത്. ഇവിടെയൊക്കെ അതെ ചവിട്ടുപാടുകൾ ഇതൊക്കെ കാണാം. ഇതൊക്കെ ചവിട്ടുപാടുകളാണ്. ചവിട്ടി നടന്ന് ഇറങ്ങിപ്പോയ പാടുകളാണ്. വലിയ ഇറങ്ങി വന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇവിടം വരെയൊക്കെ ഇവിടുന്ന് പിന്നെ അങ്ങോട്ടോ പോയെ. ഇവിടുന്ന് മുകളിലേക്കായിരിക്കും പോയല്ലേ? ഇന്ന് വല്ലതും വന്നായിരുന്നോ? ഇന്ന് വല്ലതും വന്നായിരുന്നോ? ഇല്ല. അപ്പൊ അന്ന് പേടിച്ചു പോയില്ലേ? അതെ. കയറി ജിഷോയെ എന്നോട് പറഞ്ഞത് ഇനി അടുത്ത കുറച്ച് കാലത്തേക്ക് വരികയല്ലെന്ന് പറഞ്ഞു. പേടി ഉണ്ടാവും ആനയ്ക്ക്. പേടിച്ചു പോയി. എന്താ ഇതിലേ വന്നേക്കുന്നതാ. ഇതിലേ കയറി അവിടെ ഇടിച്ചു. അതിലിങ്ങനെ വന്ന് ഇതിലിങ്ങനെ കയറി ഇതിലാണ് നടന്നു പോയേക്കുന്നത്. മഴ പെയ്തുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ കൃത്യം നമുക്ക് മനസ്സിലായേനെ. കണ്ടോ, ഇവിടെയൊക്കെ ഇടിച്ചിട്ടുണ്ട്. ചവിട്ടി നടന്നിറങ്ങി മണ്ണിടിച്ചിട്ടേക്കുന്ന ഭാഗമാണ് കാണുന്നത് കേട്ടോ. ഈ ഒരു കമ്പ് റബ്ബർ ഒടിച്ചാലത് റബ്ബറിൻ്റെ കമ്പ് ഒടിച്ചേക്കുന്നതാണ്. ആ കമ്പ് റബ്ബറിൻ്റെ ഇലയാണ് തിന്നേ. ഓ നോക്കി, ആന ഒടിച്ചിട്ടേക്കുന്ന കേട്ടോ. ഇവിടെ വന്നു ഇതിലെയാണ്. ഇതിലൊക്കെയാണ്. അതായത് രണ്ടാമത്തെ പ്രാവശ്യം നമ്മളൊരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ക്യാമറ അവിടെയായിരുന്നു വെച്ച്. ആ ഒരു തേലാണ് വെച്ചിരുന്നത്. ഈ ഒരു കൊങ്ങലാണ് വെച്ചിരുന്നത്. അതിന് ശേഷം നമ്മൾ അത് ഊരി വെച്ചിട്ട് ഈ ഒരു മരത്തേലാട്ടോ നമ്മളന്ന് ക്യാമറ വെച്ചിരുന്നത്. ആ ക്യാമറ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിതിൻ്റെ വിഷ്വൽ വളരെ കൃത്യമായിട്ട് തന്നെ കിട്ടിയാണ് കേട്ടോ. പക്ഷേ നിർഭാഗ്യവശത്താൽ ഇതിലേ പോയേ. വന്നിട്ട് അങ്ങോട്ടാ പോയല്ലേ? അങ്ങോട്ട്. പക്ഷെ ഇങ്ങോട്ട് വന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടം വരെ വന്നിട്ടുണ്ട്. ഇവിടെ ഈ പുല്ലേ ഇതിലേ കയറി അവിടം വരെ ചെന്നപ്പോ അതിലേ പോക്ക് നടക്കുകയില്ലെന്ന് കണ്ടിട്ട് അല്ല, ഈ പുല്ലൊക്കെ വലിച്ചിട്ടുണ്ട്. ഈ പുല്ലിലൊക്കെ വലിച്ചിട്ടുണ്ട്. ഇതാ ഇതിലെ നേരെ ഇങ്ങോട്ടാട്ടോ പോയേക്കുന്നത്.
ഇപ്പം ഉണ്ടാക്കിയല്ലായിരിക്കും അല്ലേ? ഇപ്പോഴൊന്നുമില്ലപ്പാ. രാത്രിക്ക് ഇറങ്ങുള്ളൂ അല്ലേ? ആ രാത്രിക്ക്. ഇവിടെയും ചവിട്ടി കയറി നമ്മൾ രണ്ടാമത് ക്യാമറ വെച്ചത് കംപ്ലീറ്റ് ഇതാ ഈ ഒരു മരത്തേലായിരുന്നു വെച്ചിരുന്നത്. പക്ഷെ അന്ന് അതുണ്ടായിരുന്നെങ്കിൽ കൃത്യമായിട്ട് നമുക്കിതെല്ലാം കിട്ടിയാനായിട്ടോ. എല്ലാം കിട്ടിയാണ്, കൃത്യമായിട്ട് കിട്ടിയാണ് കണ്ടീഷനായിട്ട്. ഇതിലാട്ടോ കയറിപ്പോയെ. ഇതിലെന്ന് പറഞ്ഞാൽ ഇതിലിങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മളന്ന് ഈ ചേച്ചി വെള്ളം എടുക്കാൻ പോയ ആ പ്രദേശത്തേക്ക് തന്നെ എത്തും കേട്ടോ. വളഞ്ഞും പൊളഞ്ഞും ഇതിങ്ങനെ തട്ടായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് ഞാനിങ്ങനെ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കിയാൽ പോകാം. ഞങ്ങൾ അവിടെ വരെ എല്ലാം പോയതാണോ ചേച്ചി? ഇന്നലെ ഇതിലേ കയറി പോയി നോക്കിയായിരുന്നല്ലേ? ഞങ്ങൾ ഇതിലേ പോയി. അത് അവിടെ പോയി ആന ചവിട്ടിയതാണോ കിടന്നതാണോ ചക്ക കുറച്ചൊന്നും ഉണ്ട്. ഇതൊക്കെ നടന്നു പോയ പാടുണ്ട്. ഇതാ പിണ്ടം കിടക്കുന്നു, ആനപ്പിണ്ടം കിടക്കുന്നു. ഇത് കണ്ടായിരുന്നോ? തൂറിയതുണ്ടല്ലേ ചക്കക്കുരുവൊക്കെ. അതെ കണ്ടായിരുന്നു ഇന്നലെ. ഞാനും ശൈലിയും കൂടെ വന്നേ അവിടെ വരെ വന്നു. ആന വന്നെന്നോർത്ത് വന്നല്ലേ, വന്നപ്പോൾ കണ്ടു. പിന്നെ ആന ഇതിലേ പോയെന്നറിയാൻ ഞങ്ങൾ ഇതിലേ പോയി. ഇത് കുറേ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ. ഇത് തന്നെയല്ലേ? അത് തന്നെ. അപ്പൊ ഇത് ഒന്നി കൂടുതലുണ്ടെന്നാ തോന്നുന്നേട്ടോ. രണ്ട് തരമാണല്ലോ. ഇതിനകത്ത് മൊത്തം മാങ്ങാണ്ടിയാണല്ലോ. മാങ്ങാണ്ടി? ഇതിനകത്ത് മൊത്തം മാങ്ങാണ്ടി. അത് മാങ്ങ. അതെ, ഇത് ഇന്നലെ തൂറിയത്, അന്ന് തൂറിയത് എല്ലാം തോന്നുന്നു. ഇത് അതിന് മുന്നേ വന്നിട്ടുണ്ടാവും കേട്ടോ. രണ്ടും രണ്ട് തരമാണല്ലോ. രണ്ടും രണ്ട് തരം. പല പ്രാവശ്യം ഞങ്ങൾ പിന്നെ അന്ന് അവിടെ വന്ന് കണ്ടപ്പോൾ മുകളിലേക്കുള്ള പറമ്പ്. കുറച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിലിങ്ങനെ പോയേ? ഇങ്ങനെ പോയേ? അല്ലേ പോകുന്നത്. അതാ വഴി. ഇതിലേ ആന ഇറങ്ങിയത്. പിന്നെ അങ്ങോട്ട് ഇറങ്ങിയില്ലേ? ഇതിലേ അങ്ങോട്ട് ഇറങ്ങി. നിങ്ങളുടെ വീടിന്റെ മുകളിൽ കൂടെ തന്നെയല്ലേ നടന്നിറങ്ങുന്നത്? അവിടെ പോയി കിടന്ന പാടുണ്ട്. ഇങ്ങനെ താഴേക്ക് ഇറങ്ങിയില്ലേ? ഇതിലെ താഴത്തെ ഇറങ്ങിയിട്ട് അവിടെ കണ്ടില്ലേ? കിടന്നതാണോ നിന്ന് ചക്കയൊക്കെ പറിച്ച് തിന്നതാണോ എന്നറിയില്ല. ഇതിലൊക്കെ നടന്നു പോയിട്ടുണ്ട് കേട്ടോ. അതായത് ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ അലാം സിസ്റ്റം കിടക്കുന്ന കാഴ്ച കാണാം. അതേപോലെ ഇതാ ഇവിടെ ആനപ്പിണ്ടം. ഇതാ ഇത് 2 പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ ചേച്ചി. 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. നമ്മൾ മാങ്ങാണ്ടി കണ്ടില്ലേ? അത് വേറെ ദിവസം വന്ന, ഇന്നലെ ഒന്നല്ല. എന്താ ഇതൊക്കെ ഇന്നലത്തെ ആണ്. ഇവിടെ വന്ന് വെച്ചിട്ട് ആന ചേച്ചി പറഞ്ഞ പോലെ ആന കുറേ നേരം ഇവിടെ നിന്നിട്ടുണ്ട്. ഇവിടെ വന്ന് തിന്ന് ഇവിടെ ഇത്രയും സ്ഥലം പുല്ലും പോയി കിടന്ന് തിന്നതാണ്. കാടൊന്ന് തെളിഞ്ഞു കിട്ടിയില്ലേ? ചക്ക പറിച്ച ഇത് കണ്ടോ? ഇങ്ങോട്ട് ഇറങ്ങി ചക്ക അതല്ല ഇവിടെയൊക്കെ ചവിട്ടി പതുക്കിയ പാടുകൾ കാണാം. ഇവിടെ ചക്ക പറിച്ച് ഇവിടെ എത്തൂല്ലോ ചക്ക പറിച്ച്. ഈ ഇത്തരം ചക്ക പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കിടന്നതാണോ ചേച്ചി പറഞ്ഞ പോലെ? കിടന്നല്ലെന്ന് തോന്നുന്നു. ഇവിടെ ചവിട്ടി ഇത് കണ്ടോ? വീണതല്ലെന്നേ, ചവിട്ടി പതുക്കിയതാ. കണ്ടില്ലേ കാല്? കുറെ നേരം ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ചക്ക തിന്നാൻ വേണ്ടി. ചക്ക തിന്നാൻ ഇവിടെ നിന്ന് എത്തി പറിക്കാമല്ലോ ആനയ്ക്ക്. കുറെ നേരം ഇവിടെ കിടന്ന് പണിതുണ്ടാവും. അത് കഴിഞ്ഞ് ഇതിലേ കയറിപ്പോയി. ഇത്രയും ഭാഗം നല്ല തെളിഞ്ഞു കിടക്കുന്നുണ്ട്, പതുങ്ങിപ്പോയി. എന്നിട്ട് ഇങ്ങോട്ട് കയറി അല്ലേ? എന്നിട്ട് അതിലേ കയറി. എല്ലാം ഇവരുടെ വീടിന്റെ മോള് വശം കേട്ടോ. അലാറം അടിച്ചുകൊണ്ട് മാത്രമാണ് ഇവർ അറിഞ്ഞത്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അല്ല ഞാനും ശരിക്കും പറഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിലും കൂടെ നിങ്ങൾക്ക് ഒരെണ്ണം വെച്ച് തരണ്ടായിരുന്നു കേട്ടോ. ഒരലാം ഉള്ള കാരണം പിന്നെ തന്നെ അപ്പൊ മോളുള്ളതുകൊണ്ടല്ലേ? കൂട്ടുള്ള കാരണം അല്ലേ ഞാൻ പോരും. അതെ ചേച്ചിയുടെ മോള് ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ചവിട്ടി കയറി ഇങ്ങോട്ട് തന്നെയാ പോയേ? അങ്ങോട്ട് അതിലേക്ക്. അതിങ്ങനത്തെ ചേച്ചി ചെരുപ്പിടാണ്ട് ഇതിലൊക്കെ വരുവാ? ചെരുപ്പിടാണ്ടാ വരുവാ ഇതിലൊക്കെ? അത് അവര് പഠിച്ചിട്ട് പോയി. അല്ല ചേച്ചിയെ ചെരുപ്പിടാണ്ടാണ് ഇതിലൊക്കെ വരുന്നത്? ഞാൻ ചെരുപ്പിടൂലോനെ, ചെരുപ്പിട്ടിട്ടില്ല. ഇവിടെയൊക്കെ ഓരോ കമ്പ് ഒടിച്ചൊടിച്ചിട്ട് കണ്ടോ. ഇതിലെങ്ങനെ നടന്നാൽ കഴിച്ചേക്കുന്നത് ഒരാന തന്നെ കേട്ടോ. പക്ഷെ ഇതാന 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. 1 പ്രാവശ്യം വന്നത് ഇതിൽ അറിഞ്ഞില്ല എന്ന് മാത്രം. കണ്ടോ ആനപ്പിണ്ടം കണ്ടോ? ആനപ്പിണ്ടം കിടക്കുന്നുണ്ടോ? മൊത്തം ചക്കക്കുരു അല്ലേ? ചക്ക പറിച്ച് തിന്നിട്ട്. അതെ ഇതൊക്കെ എങ്ങനെ നടന്ന് പോയേക്കുന്നത്. ഈ വഴി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇതിലെ താഴെ കൂടെയാണ് നമ്മളന്ന് ഈ വഴിയാണെന്ന് ഇവർ
ചേച്ചിയൊക്കെ വെള്ളം എടുക്കുന്ന ആ ഒരു പ്രദേശം കാണാൻ വേണ്ടി നമ്മൾ കേട്ടോ. ഈ പ്രദേശത്ത് കണ്ടോ, ഇതാണ് അവരുടെ പൈപ്പ് വരുന്നത്. പൈപ്പ് വല്ലതും പൊട്ടിച്ചായിരുന്നോ? പൈപ്പെല്ലാം വലിച്ചു കൂട്ടി ചിറ്റിയിട്ടായിരുന്നു ഞങ്ങളത് വലിച്ചു പറിച്ചായിരുന്നു, ചുരുട്ടിക്കൂട്ടി വെച്ചു. ആണോ? ഭയങ്കര റിസ്ക് ആട്ടോ. എന്നിട്ട് ഇതിൽ അതല്ലേ ചവിട്ടി കയറി ഇതിലിങ്ങനെ കയറിയില്ലേ? അതിലോ കയറി. ഇതിലാണ് ഇവർ പൈപ്പ് വെള്ളം ഇരിക്കാൻ പോകുന്നത്. ആന കയറി വഴിതായതോ. ഇതിലിങ്ങനെ കയറി കേട്ടോ. ഇതിലിങ്ങനെ മുകളിലേക്ക് കയറിയേ. അവിടെ ചവിട്ടി താത്തിയിട്ടാണല്ലോ കേട്ടോ അവൻ. ചവിട്ടി താത്തി കയറിയില്ലേ? ക്രിസ്ത്യനിരിക്കുന്നിടത്ത് ചവിട്ടി താത്തി കയറാൻ വേണ്ടിയിട്ട്. ചവിട്ടി ഇങ്ങനെ ചവിട്ടിയിട്ടേ. ആ ഒന്ന് മുകളിലേക്കൊന്ന് കയറി നോക്കട്ടെ സ്ഥിതി എന്നാന്ന്. കയറാൻ പറ്റുമോ? അത് പോകുമൊന്നുമില്ല. ഒരു വിധത്തിൽ കയറി കിട്ടി. തിരിച്ചിറങ്ങുമ്പോഴാണ് പ്രശ്നം. നോക്കി കയറണേ. തിരിച്ചേ ഇറങ്ങുമ്പോഴാണ് പ്രശ്നം. ചേച്ചി കയറണ്ട. അല്ല ഞാൻ കയറുന്നില്ല. ചേച്ചി കയറാൻ മതി. കണ്ടോ, അതങ്ങോട്ട് കയറിയിട്ട് അതിലേ പോയെന്നോ. മണ്ണ് ഇടിച്ച് ഇങ്ങനെ കയറി. കപ്പിലാവിൻ്റെ അതിലാണോ? കപ്പിലാവിൻ്റെ അതിലല്ല, ഇതിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇതിലിങ്ങനെയാട്ടോ പോയേക്കുന്നത്. കറങ്ങിത്തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെയാണ് വന്നേക്കുന്നത് ചേച്ചി. കറങ്ങിത്തിരിഞ്ഞേ അതിലേ കയറിയെങ്കിലും പുള്ളി ഇങ്ങോട്ട് തന്നെയാണ് വന്നേക്കുന്നത്. ഇതിലെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവിടെ ചവിട്ടിയിട്ടുണ്ടോ? അതാ ഇതിലിങ്ങനെ പോയേക്കുന്നത്. അല്ല ഇവിടെ ചവിട്ടി പാട് കാണാം കേട്ടോ. ചേച്ചി ഇത് ചെറുതും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കല്ലൊക്കെ ഇളകി കിടക്കുന്നുണ്ട്. ഇല്ല മുകളിലേക്കും പോയിട്ടുണ്ട് കേട്ടോ. ചേച്ചിയൊക്കെ വെള്ളം എടുക്കുന്ന പ്രദേശത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ വരെയും പോയാൽ മതി, അങ്ങ് പോകണ്ട. കണ്ടോ ആൽപ്പാട് കണ്ടോ. ചേച്ചിയൊക്കെ ഒന്ന് വെള്ളം എടുക്കാൻ പോയ പ്രദേശം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അവിടെയൊക്കെ പുല്ല് കിടക്കുന്ന കാഴ്ചയൊക്കെ കാണാം കേട്ടോ. പുല്ലെല്ലാം ചപ്പ്, ഓരോ മരമൊക്കെ ഒടിച്ചിട്ടേക്കുന്നതാണ്. ഇതിലെ ഒരു പക്ഷേ ഇതിലിങ്ങനെ നടന്നായിരിക്കും പോയിട്ടുണ്ടാവുക കേട്ടോ. എന്തായാലും നമുക്കധികം റിസ്ക് എടുക്കണ്ട, തിരിച്ചു പോവാം. അതായത് ആന ഇങ്ങനെ ഒരു എസ് പോലെ അതിലേന്ന് ഇറങ്ങി. ഞങ്ങൾ ഇതല്ലേ ഇറങ്ങുന്നു. ഇതിലാണ് ഇറങ്ങിയേ? അതിലേ ഇറങ്ങുന്നത്. നോക്കി ഇറങ്ങി. ഇത് ആന ഓടിച്ചായിരിക്കും റബ്ബറിൻ്റെ കമ്പ്? അത് ആന ഓടിച്ചത് ആണല്ലേ? ഓ റബ്ബറിൻ്റെ കമ്പാട്ടോ. റബ്ബർ അടിച്ച് തിന്നതല്ലേ? റബ്ബറിൻ്റെ ഇലയും തിന്നുന്നുണ്ട് കേട്ടോ. അത് അടിച്ച് റബ്ബർ അടിച്ച് തിന്ന. അല്ല നേരത്തെ അതിലേ പോകുമായിരുന്നു, ഇപ്പം ഇതിലേ എളുപ്പത്തിന് വഴിയാക്കി. വഴി തെളിച്ചിട്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെങ്കിലും വരാൻ പറ്റി കേട്ടോ. അതായത് നമ്മളാ വെച്ച് കൊടുത്ത അലാം സിസ്റ്റം ഉള്ളതുകൊണ്ട് ആ സംഭവം ഉള്ളത് നന്നായില്ലേ ചേച്ചി? പിന്നെ നന്നായില്ലേ? അല്ലെങ്കിൽ അറിയാലോ കേട്ടോ ഇവര്. അറിയാലോ, ആന പേടിച്ച് ഇനിയിപ്പോ വരുമല്ലോ ഉടനെ. അതെ, ഉടനെ ഒന്നും വരികയില്ല. കുറച്ച് ദിവസമെങ്കിലും നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടുമല്ലോ. പിന്നെ നമുക്കത് ജിഷോയി ആണ് കേട്ടോ വെച്ചൊന്ന്. ജിഷോയി 10 പൈസ മേടിക്കാതെ അവൻ്റെ സ്വന്തം നിലയ്ക്ക് നമ്മുടെ ആ വീഡിയോ കണ്ടിട്ട് ഫിറ്റ് ചെയ്ത് തന്നതാണ്. അതായാലും സത്യം പറഞ്ഞാൽ ഉപകാരമായിട്ടോ. ഞാൻ നോക്കട്ടെ ചേച്ചി, നമുക്ക് ഒരെണ്ണം കൂടെ അത് പിടിപ്പിക്കാൻ പറ്റുമോ? ഒരെണ്ണം കൂടെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരെണ്ണം കൂടെ പിടിപ്പിക്കാൻ എവിടെയെങ്കിലും നമുക്കൊന്ന് സംഘടിപ്പിച്ച് കിട്ടുമോ നോക്കട്ടെ. ആരെങ്കിലും കിട്ടുവാണെങ്കിൽ, ആരെങ്കിലും നമുക്ക് സ്പോൺസർ ചെയ്യുവാണെങ്കിലേ നമുക്ക് ഇവിടെയും കൂടെ ഒരെണ്ണം പിടിപ്പിക്കാം കേട്ടോ. അത് സത്യം പറഞ്ഞാൽ ഒരെണ്ണം കൂടെ പറഞ്ഞു. നിങ്ങൾ കണ്ടല്ലോ ഇതിങ്ങനെ എസ് പോലെ നമ്മളിപ്പോൾ ഈ പറമ്പിൽ കൂടെ ഇവരുടെ വീട് ഇതാണ്. ഇവിടുന്ന് ഇങ്ങനെ ഈ വഴിക്ക് ഇങ്ങനെ പോയി ഇങ്ങനെ കറങ്ങി 2 റൗണ്ട് കറങ്ങിയിട്ടാണ് ഇപ്പം ആ മാവ് ഇരിക്കുന്നിടത്തെത്തിയ വീട് ഇതാണ്. ഇങ്ങനെ നേരെ ഇറങ്ങാൻ കഴിയാത്തത്. പക്ഷെ ആനയ്ക്ക് ഇറങ്ങാൻ വലിയ താമസമൊന്നും വേണ്ട. ആന ഇതിലേയും വേണമെങ്കിൽ ആന കയറി പോയതാണ്. ഇതൊക്കെ ആന ഇറങ്ങിയിട്ടുള്ള വഴികൾ. ആന ഇറങ്ങിപ്പോയ വഴിയായത് ഇങ്ങനെ ഇടിഞ്ഞു പോയത്. പക്ഷെ ആന ഈ പ്രാവശ്യം ഇതിലിങ്ങനെയാണ് പോയത്. അത് അതിലേ പോയിട്ട് അതിലേ പോകുന്നു. ആനപ്പിണ്ണം കിടക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് ഈ ഭാഗത്തും കൂടെ ഒരെണ്ണം വെച്ച് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ഇങ്ങനത്തെ ഒരു സ്ഥലമായതുകൊണ്ടും ആന നന്നായിട്ട് ഇറങ്ങുന്നതുകൊണ്ടും നമ്മൾ ആറളത്ത് 2 വെച്ച് കൊടുത്തു. അത് അവർക്ക് ഉപകാരമായി. ഇവർക്കും കൂടെ ഒരെണ്ണം കൂടെ വെച്ച് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ചെയ്യണം കേട്ടോ. നമുക്ക് നോക്കാം, ആരെങ്കിലും സപ്പോർട്ടിനായിട്ട് വരുമോ നോക്കാം.
ബാലൻസ് പിടിക്കണേ. നമ്മൾ സ്ഥിരം ഉള്ളതായതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ലേ. നമുക്ക് ഷൂ ഇട്ടിട്ട് പോലും നടക്കുന്നില്ല. തേങ്ങയിലും മുഴുവൻ കുരങ്ങുകളൊന്നുമല്ല ശരിയില്ല. എന്തോ ഒരു തേങ്ങ കിട്ടേണ്ടി 10,000 തേങ്ങ പറിക്കുന്നതായിരുന്നു കേട്ടോ. നമ്മൾ പിടിപ്പിച്ച വാട്ടർ ടാങ്കൊക്കെ ഇതായിരിക്കുന്നു. ആന ഇതിലേക്ക് ഇതിൻ്റെ മുകളിൽ കൂടെയാണ് പോയത് കേട്ടോ. ആന ഇതിലേയും വരുന്നതാണ്. ഇതിന് മുന്നേ ആന വന്നിട്ട് മറിച്ച തെങ്ങാണിത്. നമ്മളിത് പല എപ്പിസോഡുകളിലും കാണിച്ചിട്ടുള്ളതാണ്. ഏതായാലും ഈ ഒരു സംവിധാനം ഇവിടെ വെച്ചുകൊണ്ട് വലിയ ഉപകാരമായി കേട്ടോ. എന്താ ആന ഇവിടം വരെ വന്ന് കേട്ടോ. അടിച്ചു കഴിഞ്ഞപ്പോൾ ആന തിരിച്ച് അതേ റൂട്ടിൽ കൂടെ തന്നെ. ഇത് കാറിയുണ്ടായിരിക്കും പെട്ടെന്ന് കാറ് അതിലേക്ക് ഓടി കയറിപ്പോയി. അതായത് ആനയുടെ ചെവിക്ക് താങ്ങൂല, ഭയങ്കര ശബ്ദമല്ലേ. അതാണ് ആന അതേ സ്പീഡിൽ തന്നെ ഇതിൽ കറങ്ങി പോയി കേട്ടോ. നമ്മൾ ഇതിലേ ഇങ്ങനെ മുകളിൽ കൂടെ കയറി ഇങ്ങനെ കറങ്ങിയാണ് നമ്മൾ ഇതിലേ തിരിച്ച് വന്നേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏകദേശം റൂട്ട് മനസ്സിലായി തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരെണ്ണം കൂടെ നമുക്ക് എവിടുന്നാലും ആരെങ്കിലും സ്പോൺസർ ചെയ്ത് കിട്ടുവാണെങ്കിൽ ഇവർക്ക് ഒരെണ്ണം കൂടെ ഒന്ന് വെച്ച് കൊടുക്കണമെന്നുണ്ട് കേട്ടോ. അത് ചേട്ടാ നമ്മൾ പോയി കണ്ടു കേട്ടോ. കണ്ടു ഞങ്ങൾ അങ്ങ് പോയി. ആ വെള്ളം തിരിക്കുന്നതിൻ്റെ അവിടം വരെ പോയി. അവിടെ മറ്റേ വെള്ളം തിരിക്കുന്ന ആ ഭാഗത്ത് ഇന്നാൾ വന്നു എന്ന് എന്നോട് ഷിൻഡോ ചേട്ടൻ പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ആഴ്ച വെള്ളം തിരിക്കുന്ന നമ്മൾ ആ പാറ കാണുന്നില്ലേ, അവിടം വരെ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങനെ അതിലേ പോയി അങ്ങനെ പോയി. ആ പാറ ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് അങ്ങനെ അപ്പുറത്തോട്ട്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ദൂരേക്ക് നോക്കുമ്പോൾ നമ്മളാ ഇതേ പോകുന്ന ആ റോഡില്ലേ, ആ റോഡ് കഴിഞ്ഞിട്ട് ആ മണ്ണിടിഞ്ഞ് എൻ്റെ ഉരുളുപൊട്ടലിൽ ഇടിഞ്ഞ സ്ഥലമില്ലേ, അതും കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തുള്ള ആ വഴിക്കൊക്കെ മണ്ണിടിഞ്ഞ് കിടക്കുന്ന കാണാം. അപ്പം അതിൽ ഇറങ്ങി പോയിട്ടുണ്ടാണ്. അല്ലല്ല ഇങ്ങോട്ടാ, ഞങ്ങൾ അങ്ങ് വരെ പോയി. അല്ല ഇന്നലെ പിന്നെ വന്നു. ഒരു ദിവസം വന്നല്ലടി നിങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല. 2 സൈസിലെ അപ്പുറത്തോട്ട് പോയിട്ടില്ല ചേച്ചി. ഇന്നലെ നിങ്ങൾ മുകളിലേക്ക് പോയില്ലേ? അവിടെ വരെ കണ്ടില്ലേ ആൽപ്പാട്? അതിന് മേലെ ഞാൻ പോയി നടന്നു കയറി പോയി. ഇല്ല ഇല്ല അവിടെ വരെ പോയിട്ട് പുല്ല് നിന്നിട്ട് പുള്ളി തിരിച്ച് പിന്നെ ഇങ്ങോട്ട് പോയെ. അങ്ങോട്ട് പോയിട്ടില്ല. അല്ല അതിലേനെ പോയെ. അതിലെ പോയി നമ്മളാ പോയില്ലേ അങ്ങനെ അങ്ങോട്ട് പോയി. അതിലെ പോയി താഴെ ഇറങ്ങി നമ്മളെ കണ്ടി ഞാൻ കിടന്നത്. അതിലേ പോയി ഞങ്ങള്. അതിലേനെ പോയെ. അതിലൊക്കെ ആ കിടന്നിടത്തൊക്കെ ഉണ്ടല്ലോ ആനപ്പിണ്ടോ. ആ മുകളിലും ഉണ്ട്, പോകുന്ന വഴിക്കൊക്കെ ഉണ്ടല്ലോ. അവിടെയൊക്കെ പനയുടെ ഇതൊക്കെ ഒടിച്ചിട്ടുണ്ട് ആ പാറയുടെ അവിടെ. ചേച്ചി ഇന്നലെ രാത്രി അറിഞ്ഞായിരുന്നല്ലേ സംഭവം? അറിഞ്ഞു. അല്ലേ വലിയ വളമായിരുന്നു അല്ലേ? എന്നിട്ട് രാവിലെ എന്നിട്ട് നിങ്ങൾ കയറി? രാവിലെ ഞങ്ങൾ പോയി നോക്കിയിട്ടാണ് ഫോറസ്റ്റുകാരെ വിളിക്കുന്നത്. അല്ലേ അലാറം അടിച്ചപ്പോ ആന കയറിയില്ലേ? ആനാറ് അടിച്ചപ്പോ ആന കയറി. അതോടുകൂടിയാണ് നിങ്ങൾ എണീക്കുന്നല്ലേ? അതെ. അലാറം കാർന്ന് കേട്ടു, വെക്കുന്നു കേട്ടു. അത് കഴിഞ്ഞിട്ടാണ് ആന കരയുന്നത്. ഓഹോ. രാവിലെ കുറച്ചു നേരം അറിയിച്ചോ? രാവിലെ 9 മണിയല്ലേ 8 ആനയാണോ നമുക്ക് അറിയില്ല. മഴ ആയതുകൊണ്ട് ഇറങ്ങാനൊരു വിഷമം. അപ്പൊ രാവിലെ നോക്കുമ്പോ ആനയാ. 8 മണിയായപ്പോ വിളിച്ചു നമ്മള്. അപ്പൊ അവര് പറഞ്ഞു ഉത്സവത്തിന്റെ തിരക്കായതുകൊണ്ട് കടന്നു വരാൻ ബുദ്ധിമുട്ടാണ്, ഞങ്ങള് വന്നേക്കാന്ന് പറഞ്ഞു. റോഡ് ബ്ലോക്ക് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോ 10 മണി 10:30 ആയപ്പോഴത്തേനും 2 പേര് വന്നു. അവര് വന്ന് മോളെല്ലാം പോയി നോക്കി. 2-3 പടക്കമൊക്കെ പൊട്ടിച്ച് 2 പടക്കം ഞങ്ങക്ക് തന്നു. ഇനി നിങ്ങൾ തന്നെ നോക്കാൻ പോകരുതെന്നൊക്കെ പറഞ്ഞ് എന്നെ കുറെ വഴക്കും പറഞ്ഞ് പോയി. അവര് വരുന്നതിന് നിങ്ങൾ മോളിൽ പോയി നോക്കിയായിരുന്നോ? ഞാൻ തന്നെ പോയി. ആന വന്നിട്ട് പോവില്ലേ, എന്നിട്ട് പറയാൻ പറ്റിയല്ലോ. ഇത് അമ്മ എന്റെ പുറകെ വന്നു. മോളിലെങ്ങാനും നിപ്പുണ്ടെങ്കിലോ? ആരും പോകുന്നില്ല മുകളിലേക്ക്. അമ്മ എന്റെ പുറകെ വന്നു. അതാണ് പ്രത്യേകിച്ച് ആ പാറയൊക്കെ ഉള്ള അടുത്തൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലോ ഇതിന് ഇറങ്ങി വരാൻ ഇതിന് മാത്രം സമയമൊന്നും വേണ്ട. അങ്ങോട്ട് പോയില്ല ഞാൻ പറഞ്ഞ ഇത് പമ്മിയിരിക്കും. അങ്ങനെ നോക്കുമ്പോഴാണ് ഇതിലെ ഇറങ്ങിയിട്ട് നമ്മുടെ കശ്മീരിന്റെ അടുത്ത പറമ്പിലേക്ക് അതിൽ അങ്ങോട്ട് പോയേക്കെന്ന് എനിക്ക് മനസ്സിലായത്. കണ്ടപ്പക്കാർ അങ്ങോട്ടാണോ പോയത്, ഇനി നേരെ മുകളിലോട്ട് പോയെന്നില്ല. ഫോറസ്റ്റുകാർ പറഞ്ഞ അതിലെ ഇങ്ങനെ വട്ടം ഇറങ്ങിയിട്ട് മുകളിലോട്ട് പോയി കാണുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ആ വഴിക്ക് പോയിട്ടുണ്ടാവും എന്നാണ് പിന്നെ വന്നപ്പോ പറഞ്ഞത്. മുകളിലോട്ട് അവര് വന്നു വഴക്ക് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇതിലെ ഇങ്ങനെ ഇങ്ങോട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു ചെറിയൊരു തിരുത്തുണ്ട്. ഇപ്പൊ ചേച്ചി പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ആന ഇതിലെ ഇവിടം വരെ വന്നപ്പോ അലാറം അടിച്ചു കഴിഞ്ഞപ്പോൾ ആന നേരെ ഇങ്ങോട്ടാട്ടോ പോയത്. ഞാനിത് പുല്ലായതുകൊണ്ട് കണ്ടില്ല ഇങ്ങനെ ഒരുപാട്. നേരെ ഇതിലെ ഓടി അങ്ങോട്ടാ പോയേട്ടോ. അത് അങ്ങനെ ഒടിച്ചിട്ടേക്കുന്നല്ലേ? പോയി നമുക്കറിയില്ല. അതെ അവിടെ ഒടിച്ചേക്കുന്നുണ്ട്. അങ്ങനെ ശ്രദ്ധിക്കുന്നത് ഞാൻ. അപ്പ അങ്ങനെ ശ്രദ്ധിക്കുന്നത്
ഇതിലിങ്ങനെ കേട്ടോ. അമ്മയ്ക്ക് പാവം. ഇതിലെ നേരെ അടുത്ത ആൾക്കാരുടെ പറമ്പായിരിക്കും അല്ലേ? ഇത് നമ്മുടെ തൊട്ടടുത്ത് ചവറപ്പുഴക്കാരുടെ പറമ്പ്, നമ്മുടെ അടുത്തായാലും അതിനപ്പുറത്ത് കണ്ടംപറമ്പിക്കാരുടെ. അതിലിങ്ങനെ മുകളിലേക്ക് കയറായിരിക്കും അല്ലേ? അങ്ങനെ പോയി കാണുമെന്നാണ് ഫോറസ്റ്റുകാർ പറയുന്നത്. അതുകൊണ്ട് പറമ്പിൽ ഇറങ്ങണ്ട എവിടെയെങ്കിലും ഉണ്ടെങ്കിലും അല്ലേ, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലേ? പറയാൻ പറ്റിയല്ലോ. പിന്നെ എനിക്കൊരു സംശയം, ഇന്നലെ വൈകുന്നേരം കിടന്നപ്പോൾ എനിക്കൊരു പേടിയായിരുന്നു. എന്താ ഇവിടേക്ക് എന്തോ ഒച്ച കേൾക്കുമോ, പൊടിക്കുന്ന പോലെയൊക്കെ കേൾക്കുന്നുണ്ട്. ജാസനോട് പറഞ്ഞാൽ ജാസന് ബുദ്ധിമുട്ടാവില്ലെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. അവർ രണ്ട് പടക്കം തന്നിട്ടുണ്ടായിരുന്നു, പൊട്ടിക്കാൻ എനിക്കൊരു വിഷമം. പേപ്പർ കത്തിച്ചിട്ട് പൊട്ടിച്ചാൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോയി. എനിക്ക് നേരം പോകുന്ന പൊട്ടിക്കല്ലോ, പെട്ടെന്ന് കത്തും. കത്തിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് നേരം പോയി കഴിഞ്ഞപ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്, ഞാൻ പടക്കമൊന്നും പൊട്ടിച്ചില്ല. പിന്നെ ഇതിവിടെ ഉള്ളതുകൊണ്ട് ഒരു വലിയൊരു ബലം എന്നുവെച്ചാൽ ഈ പരിസരത്തിറങ്ങാനും വന്നാലും ഒച്ച കേൾക്കൂലോ എന്നുള്ളൊരു അങ്ങനെ. ഇതൊരു ഭയാനകമാണ് ഇതുള്ളതുകൊണ്ട് മാത്രം സത്യം. അല്ലെങ്കിൽ ഇതല്ലേ ചക്ക പറിക്കാൻ വന്നാണെങ്കിലേ, ചക്ക പറിക്കാൻ വന്നാണെങ്കിൽ അങ്ങോട്ട് വീടിന്റെ അങ്ങോട്ട് വരും. അമ്മക്കാണെ ചെവിയും കേൾക്കൂല, ദാസന കണ്ണും കാണില്ലാത്തൊരവസ്ഥയെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഇവിടെയൊക്കെ പ്ലാവുള്ളതാ വീട്. അവർ വന്നപ്പോൾ ചോദിച്ചു ഇതാരാ അവിടെ വെച്ച്, ആര് പറഞ്ഞ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ ചോദിച്ചു. ജാസനെ ഭയങ്കര പേടിയാണ്. ഞങ്ങളെക്കാട്ടിലൊക്കെ എന്തെങ്കിലും അടക്കം കേൾക്കുമ്പോഴത്തേനും ജാസന് ഭയങ്കര പേടിയാണ്. എന്നാൽ ഈ പറമ്പ് വിട്ട് പോകാനായിട്ട് ജാസന് ഇഷ്ടവും ഇല്ല. എന്നാൽ എവിടെയെങ്കിലും നമുക്ക് പോകാൻ എന്തെങ്കിലും കാണിക്കാന്ന് പറഞ്ഞാൽ ജാസൻ സമ്മതിക്കുകയില്ല. ജാസൻ ഇവിടെ കിടന്ന് തന്നെ മരിക്കണം, പക്ഷെ ഭയങ്കര പേടിയാണ്. സന്ധ്യയ്ക്ക് ആകുമ്പോഴത്തേന് ഭയങ്കര ചെവി കണ്ണ് കാണാത്തോണ്ട് അല്ലേ? കാണാത്തോണ്ടായിരിക്കും അത്രയും പേടി. അങ്ങനെ അതുകൊണ്ടായിരിക്കാം. പണ്ടൊക്കെ ഇത്ര പേടിയില്ലായിരുന്നു, ഇപ്പൊ ഭയങ്കര പേടിയാ. എന്തെങ്കിലും ഒച്ച കേൾക്കുമ്പോഴത്തേനും ചെവി നന്നായിട്ട് കേൾക്കുന്നുണ്ടല്ലേ? ചെവി ഭയങ്കര നമ്മൾ കാൽപെരുമാറ്റം കേട്ടാൽ ജാസന് മനസ്സിലാവും. പിന്നെ നേരിയൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു എവിടെയോ വെളിച്ചമുണ്ട്. അതുകൊണ്ടാണെങ്കിൽ തപ്പി തടഞ്ഞ് നടക്കുന്നത്. അല്ലെങ്കിൽ നടക്കാൻ പറ്റില്ലല്ലോ, എപ്പോഴും ഒരാളുടെ സഹായം വേണ്ടേ. ഇത് വെച്ചതിന്റെ കാര്യം എന്താ പറഞ്ഞേ? ദാസൻ ഇത് വെച്ചുകൊണ്ട് ക്രിസ്റ്റി ഉള്ളത് കൊണ്ട് ഞങ്ങൾക്കൊരു സഹായം. നമ്മുടെ മക്കളും നമ്മളെ നോക്കില്ലല്ലോ എന്നല്ല, ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? ആരും ചെയ്യില്ല. അതുകൊണ്ട് അത്രയൊരു സമാധാനം എന്നും എപ്പോഴും പറയും കേട്ടോ, ക്രിസ്റ്റി വന്നില്ലല്ലോ, എപ്പോഴൊക്കെ വരുന്നായിരുന്നു എന്നൊക്കെ ഇങ്ങനെയായിരുന്നു പറയും ദാസൻ. സത്യം പറഞ്ഞ ഒരു മാസം. അപ്പൊ അമ്മ പറയും അവനിവിടെ മാത്രമല്ലല്ലോ, അവൻ പല സ്ഥലത്തും പോകുന്നതല്ലേ, നിങ്ങൾ തന്നെ അങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ചോദിക്കും. ദാസൻ കുറ്റം പറയാനല്ല, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആൾ വരാണ്ടാകുമ്പോൾ ഒരു വിഷമമല്ലേ അങ്ങനെ. ഞാനേ ഇത് പണിക്കാരെ കിട്ടാത്തോണ്ടാ. പണിക്കാരെ അത് ഈ സാധനം ഇറക്കിയിട്ടേ ഒരാളെ പണിക്ക് വിളിച്ചാൽ വരണ്ടേ ആരെങ്കിലും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പണികൾക്കൊന്നും ഇങ്ങനെയുള്ള മേശിമാർ വരില്ലെന്നേ. ഇവിടെ പറഞ്ഞു അവർക്ക് പൈസ തരാന്നൊക്കെ പറഞ്ഞു. 2 ദിവസം കൂലി വേണമെങ്കിൽ തരാം, 2 അല്ല 3 ദിവസം, 1 ദിവസത്തെ കൂലി വേണമെങ്കിൽ അധികം തരാന്നൊക്കെ പറഞ്ഞു. എങ്ങനെയാലും ഒന്ന് വരുത്താൻ വേണ്ടിയിട്ടേ ഇത് വരണ്ടേ. ഇതൊന്നും ചെയ്തു തരാൻ വേണ്ടി, നിങ്ങൾക്ക് മഴയ്ക്ക് മുന്നേ അതൊന്നും ചെയ്തു തരാൻ വേണ്ടിയിട്ട് കുറേ ആയി ശ്രമിക്കുന്നു. ദാസനാണ് ഏറ്റവും വലിയ പ്രശ്നം. പാവം എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടല്ല. ഇനിയിപ്പോൾ ഈ സ്ഥലം എടുത്തു പോകില്ല എന്ന് തീർച്ചയായിട്ടും ഇന്നലെ അവർ പറഞ്ഞു. സാധ്യത വളരെ കുറവാണ്. ഇതൊക്കെ എടുത്തു പോയ ഇതിലാണുള്ളത്, പൈസയൊക്കെ മേടിച്ചേ. അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ, ഇനിയിപ്പോ പുതിയ ഗവൺമെന്റ് വന്നാൽ അവർക്കൊന്നും ചെയ്യാനാവില്ലല്ലോ. അങ്ങനെയൊക്കെയാണ് ഇവര് ഇന്നലെ വന്നപ്പോൾ പറഞ്ഞിട്ട് പോയത്. എടുത്തു പോവുകയെന്നുള്ളതാണ്. പിന്നെ ഇനി സണ്ണി മൊത്തത്തിൽ എല്ലായിടത്തും ഉപേക്ഷ പോലെയാ. ഉപേക്ഷ എന്ന് പറഞ്ഞാൽ ഇവര് ഇത്ര ഏക്കർ സ്ഥലത്തിന് ഇങ്ങനെ കൊടുത്തേക്കാമെന്ന് അവര് പൈസ കൊടുത്തു പോയതാണ് പറഞ്ഞത്. പൈസ ഇല്ലാത്തോണ്ട് അതിനകത്ത് കയ്യൊക്കെയുള്ള ഒരു കാര്യക്കാരെന്ന് പറഞ്ഞാൽ കാശ് കിട്ടിയൊരു രക്ഷപ്പെട്ടു. പക്ഷെ നമ്മുടെ ഒന്നും എടുത്ത് പോയില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഈ ചാച്ചൻ്റെ അമ്മയുടെ ഈ പറമ്പൊന്നും എടുത്തു പോയാൽ മതിയായിരുന്നു. കണ്ണും കാണില്ല, ചെവിയും കേൾക്കില്ലാതെ ഇരിക്കുന്നവരും വല്ലാത്തൊരവസ്ഥയല്ലേ. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന അത് തന്നെയായിരുന്നു. പക്ഷെ നമുക്ക് വീണ്ടും കാലത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് വയസ്സാകാലത്ത് ഇങ്ങനെ ഇറങ്ങി പോകാൻ അവർക്ക് ഭയങ്കര മടിയായിരുന്നു. അവര് കൂലിപ്പണി എടുത്ത് മേടിച്ചതാണ്. എല്ലാവരും എന്നോട് ചോദിക്കുവേ ഇതിനകത്തോടെ അവർക്ക് താഴേക്ക് പോയിക്കൂടെ, പക്ഷെ നമുക്ക് മനസ്സിലാവും അതെന്തുകൊണ്ടാണ് അവർക്ക് ഇറങ്ങാൻ മടിയാണ്. ഞാനീ പറഞ്ഞല്ലോ, എൻ്റെ കെട്ടിയോ മരിച്ചു കഴിഞ്ഞ് ഇങ്ങനെ പോയി ഞാനൊരു അവിടെ പനമരത്ത് ഒരു കോൺവെന്റിൽ പണിയായിരുന്നു. ഇപ്പോൾ 7 വർഷമായി ഞാൻ ഇവിടുന്ന് പോയിട്ട്. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് വരുമ്പോൾ അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഈ പ്രാവശ്യം അമ്മയും ചാച്ചനും തീരെ കടന്നുപോയി. ഞാൻ വന്നതുകൊണ്ട് അമ്മ രക്ഷപ്പെട്ടെന്ന് പറയാം. അമ്മയുടെ ഹാർട്ടിന്റെ അതെന്ന് പറഞ്ഞേ. ഹാർട്ടിന് കുഴപ്പമാണ്. ഇപ്പൊ അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് അമ്മയ്ക്ക് പണി നിർക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ കുഞ്ഞുപിള്ളേർ നോക്കുന്ന കഞ്ഞിയൊക്കെ വെച്ച് കൊടുത്ത് മരുന്നൊക്കെ എടുത്തു കൊടുത്ത് അങ്ങനെ കുന്നും മലയും കയറിയിട്ട് ഹാർട്ടിന് പ്രശ്നമല്ലേ. പിന്നെ അമ്മയ്ക്ക് കിഡ്നിക്ക് കംപ്ലൈന്റ്. അതുകൊണ്ടോ? കിഡ്നിക്ക് കംപ്ലൈന്റ് എന്തോ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അതിന് മരുന്ന് കഴിക്കുന്നുണ്ട്. അതെ, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അമ്മ അതൊന്നും ആരോടും പറഞ്ഞില്ല. ഹാർട്ടിന്റെ കാര്യം ഞാൻ ഇന്നാൾ പറഞ്ഞറിഞ്ഞായിരുന്നു. കിഡ്നിക്ക് കംപ്ലൈന്റ് അങ്ങനെയല്ല, ആകെ പ്രശ്നമായി. അമ്മ രോഗിയായിന്ന് തന്നെ പറയാം. അപ്പം ഉമ്മയും കൂടെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആയപ്പോ തന്നെ എന്റെ പണിയും പോയി. എനിക്കും ആരുമില്ല, അവർക്കും ആരുമില്ലാത്തൊരവസ്ഥ. ഇപ്പൊ ഞങ്ങൾ 3 പേരും കടന്നിങ്ങനെ തുഴയുകയാണ്. എന്നെ ചെയ്യാൻ എവിടെയെങ്കിലും ഒരു പണി കിട്ടിയാൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ചാർന്നമാരെ ഇട്ടിട്ട് പോകുന്ന കാര്യം നോക്കുമ്പോൾ അതിനെക്കാട്ടിലും വലിയൊരു വിഷമം. ഇതൊന്ന് എടുത്തു പോകുമോ അല്ലെ എന്തെങ്കിലും തീരുമാനം ആവുകയോ ചെയ്യണം. നമുക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായി പോയി പണിയെടുക്കുന്ന പൈസ കൊണ്ടുവരെ നമുക്ക് നോക്കാൻ പറ്റും. പക്ഷേ ഇത് ഈ ആനക്കാട്ടിൽ ഇപ്പോൾ ഇത്രയും മഴക്കാലം വരുന്നതിന് മുന്നേ ആണ് നമ്മുടെ വീടിന്റെ മുറ്റത്ത് വരിക. മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ വലിയൊരു വിഷമം.
ഒക്കെ നമ്മളെ നീറ്റുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്. നമ്മളാരോട് പറയാം, നമുക്കാരോടും പറയാനും ഇല്ല, പറഞ്ഞാൽ കേൾക്കാനും ആരുമില്ല. അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയിലാണ് ഇപ്പം ഈ മലമുകളിൽ ഈ കാരണന്മാരുടെ ജീവിതം. ചാച്ചന് ബാത്റൂമിൽ പോകണമെങ്കിലേ പഴയ വീടാകുമ്പോൾ ചാച്ചന് ഇത്രയും കാലം ജീവിച്ച വീടാകുമ്പോൾ ചാച്ചന് അറിയാലോ എന്തൊക്കെ സാധനങ്ങൾ ഏത് മൂലയില മുക്കിലായിരിക്കുന്നതെന്ന് അറിയാലോ. അപ്പം നമ്മളോടെല്ലാം ചാച്ചൻ തന്നെ തപ്പി തടഞ്ഞ് 1 മണിക്കൂർ കൊണ്ടാണെങ്കിലും ബാത്റൂമിൽ പോകും. ഇച്ചിരി ഡെസ്കരിക്കുന്ന വെള്ളം ഇച്ചിരി എടുത്ത് കുടിക്കാനാണെങ്കിലും തപ്പി തടഞ്ഞ് അങ്ങനെ വെള്ളം പോകാൻ പറ്റില്ല. അതും ഈ സ്വന്തം വീട് വിട്ടുപോകാനുള്ള വിഷമം മടിയുടെ കാരണമല്ലേ. പിന്നെ എന്നാ ഷിൻഡറെ അടുത്ത് പോയിട്ടാണെങ്കിലും കാല് എല്ലാം 2 വിരലും കാലിന്റെ പൊട്ടി പല സ്ഥലത്ത് ഇടിച്ചിട്ടല്ലേ. ഇടിച്ചിട്ടേ അവരോടൊന്നും പറയുമ്പോൾ അവർക്കൊന്നും അത് മനസ്സിലാവില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ 1 മാസമായില്ലേ ഇവരെ കൂടുതൽ നിൽക്കുന്നു. അപ്പൊ നമുക്ക് അത് ഏകദേശം മനസ്സിലാവുന്നു. എന്ത് ചെയ്യാനാ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ അമ്മേനെ കൊണ്ട് മരുന്നിന് പോയി. ചാച്ചൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങള് വെള്ളം എടുത്ത് വെക്കുന്ന കാര്യം മറന്നു താഴെ എത്തിയപ്പോഴാണ് ഓർത്തെ. പിന്നെ തിരിച്ചു കയറേണ്ട ബുദ്ധിമുട്ടായി, വണ്ടിയും വന്നില്ലെന്ന് വിചാരിച്ച് പോന്നു. അപ്പോൾ വന്നപ്പോൾ ചോദിച്ചു പറഞ്ഞു, എടി ഞാൻ തന്നെ കാര്യത്തിൽ 1 ഗ്ലാസ് വെള്ളം തട്ടിക്കളഞ്ഞു, പിന്നെ ഊറ്റി കുടിച്ചെന്ന് പറഞ്ഞു. ഈ സ്ഥലം തന്നെ പരിചയമുള്ളതുകൊണ്ട് പരിചയമുള്ളതുകൊണ്ട് അതാണ് ചേച്ചി പറഞ്ഞൊരു കാര്യം. അതായത് ചേട്ടൻ ഈ വീട്ടിൽ നിന്ന് പോകാൻ മടി കാണിക്കുന്നതിൻ്റെ ഒരു കാരണം കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ട് ചേട്ടൻ ഈ വീടും ഈ പരിസരമൊക്കെ നല്ല പരിചയമാണ്. തപ്പി തടഞ്ഞാണെങ്കിൽ പോകാൻ തന്നെ ഒന്ന് നടക്കാനൊക്കെ അറിയാം. വേറെ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അത് നടക്കൂല. അപ്പം അങ്ങനെ പല കാരണം കൊണ്ടാണ് കേട്ടോ ഇവർ ഇവിടെ നിന്ന് ഇറങ്ങാൻ മടി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വിമർശിക്കുന്ന ചുറ്റുപാടത്തുള്ള മറ്റൊരു പലരും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരെ മറ്റുള്ളവരെ സഹായിക്കുന്നതുകൊണ്ടാണ്, അവരുടെ മക്കൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതൊന്നുമല്ല. ചാച്ചന് പോകാന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ചെവിട് വെക്കില്ലെങ്കിലും കണ്ണിന് കാഴ്ച ഉണ്ടെങ്കിൽ അത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. പക്ഷേ ചാച്ചന് കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് വേറെ സ്ഥലത്ത് പോയാലും പരിചയപ്പെട്ടൊക്കെ വരുമ്പോഴത്തേനും ചാച്ചൻ്റെ കാര്യം കഴിയും. ചാച്ചൻ എപ്പോഴും പറയും, ഞാൻ എങ്ങോട്ട് പോയാലും അങ്ങനെയല്ലേ, അതുകൊണ്ട് ഞാൻ ഇവിടെ കിടന്നോളാം. ബാത്റൂമിൽ പോകാനാണേലും ഇച്ചിരി ഭക്ഷണം തന്നെ നമ്മൾ മേശയിൽ എടുത്ത് വെച്ചിട്ട് പോയാൽ എടുത്ത് കഴിക്കാനാണേലും, ഈ കസേരയിൽ തിണ്ണലിരിക്കുവാണെങ്കിൽ പോലും അവിടുന്ന് എഴുന്നേറ്റ് കട്ടിലേ പോയി കിടക്കാനും നമ്മൾ മൂത്രം ഒഴിക്കാൻ ഇറങ്ങാനും എല്ലാത്തിനും ചാച്ചൻ്റെ സൗകര്യം. ചാച്ചൻ ഇത്രയും കാലം ജീവിച്ച് പരിചയമുള്ള ആ വീടും പരിസരവും മാത്രം. അതുകൊണ്ടാണ് ചാച്ചൻ എങ്ങും പോകാൻ മടി കാണിക്കുന്നത്. ഇനിയിപ്പോൾ ചാച്ചൻ പോകാൻ നമ്മൾ പറയുന്നില്ല, ഇവിടെ കിടന്ന് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, അത്ര തന്നെ. ഞാന വന്നാലും എന്ത് വന്നാലും ഇവിടെ തന്നെ കിടക്കട്ടെ, അതാണ് അവരുടെ ആഗ്രഹവും. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് എൻ്റെ പ്രാർത്ഥനയും. നമ്മളെ പണി പോയാലും കാരണന്മാർ ഉള്ളത്രയും കാലം കാരണന്മാരോട് ജീവിക്കാമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ ഇപ്പോൾ ചിന്തിക്കുകയാണ്. അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏതായാലും ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ജിഷോയോട് ഒരു നന്ദി പറയാണ്. കാരണം ജിഷോയ് അന്ന് ഇവിടെ കൊണ്ടുപോയി വെച്ച ആ ഒരു അലാം സിസ്റ്റം ഞാനൊരു റിക്വസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. ജിഷോയ് സ്വന്തം നിലയ്ക്ക് ഇങ്ങോട്ട് പറഞ്ഞ കാര്യമാണ് ഞാനൊരു അലാം സിസ്റ്റം അവിടെ കൊണ്ടുവന്ന് വെക്കാമെന്നുള്ളത് കേട്ടോ. അപ്പോൾ അവൻ്റെ നല്ല മനസ്സ് കാരണമാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു വീട്, ആ ഒരു കുടുംബം രക്ഷപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അല്ലെങ്കിൽ ആന അവരുടെ വീടിൻ്റെ പരിസരത്തെത്തിയേനെ. അവർക്കൊരു വാതിൽ പോലും ഇല്ലാത്തൊരു പ്രദേശമാണ്. നിങ്ങൾക്കറിയാമല്ലോ വീടിൻ്റെ അവസ്ഥയൊക്കെ. അപ്പോൾ എത്രത്തിലാണെന്നുള്ളത്. ഒരു വാതിൽ വെച്ച് കൊടുക്കാൻ നമ്മൾ കുറേ ആയി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും വളരെ നന്നായി ആ ഒരു പ്രവൃത്തി. അവനത് വെച്ച് തരാൻ തോന്നിയൊരു വലിയ ഉപകാരമായി മാറി എന്നാ ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു. ഇതൊക്കെ ജിഷോയ്ക്ക് അനുഗ്രഹമാകും കേട്ടോ. ജിഷോയ്ക്കാണ് ഇതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടാൻ പോകുന്നത്. ഏതായാലും ജിഷോയുടെ അലാം സിസ്റ്റം എല്ലായിടത്തോട്ടും എത്തട്ടെ. അപ്പോൾ ഏതായാലും നമ്മൾ ആ പ്രദേശം ആന ഇറങ്ങിയ വഴിയും ഒക്കെ നമ്മൾ പോയി കണ്ടു. വളരെ ഭീകരമാണ്. അവർ വെള്ളം തിരിക്കാൻ പോകുന്ന ആ സ്ഥലത്തൊക്കെയാണ് ആന വന്നിരിക്കുന്നത്. മാത്രമല്ല നമ്മളിപ്പോൾ ഈ നിൽക്കുന്നതിൻ്റെ ഈ തൊട്ട് മുകളിലുള്ള പറമ്പിലും ആ പ്രദേശത്തൊക്കെ ആയിട്ടൊക്കെ ആന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങോട്ടൊക്കെയാണ് ആന പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും പറയാനായിട്ട് പറ്റില്ല. ഏതായാലും അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് അവർക്ക് അറിയാനും പറ്റി ആനയെ അവിടെ നിന്ന് തുരത്താനായിട്ട് സാധിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷകരമായ കാര്യം തന്നെയാണ്. ഒപ്പം നമുക്കൊരു പേടിയും ദുഃഖമൊക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും വരും ദിവസം നമുക്ക് വാതിൻ്റെ കാര്യമൊക്കെ സെറ്റാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എത്രയും പെട്ടെന്ന് നമുക്ക് വാതിൻ്റെ കാര്യങ്ങളും പണിയൊക്കെ തീർക്കണം. ഓക്കെ, പറ്റുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർക്കെങ്കിലും ഒരു അലാം സിസ്റ്റം കൂടെ ഒന്നല്ലെങ്കിൽ 2 വെച്ചാലും കുഴപ്പമില്ല. നമുക്ക് 1 മതി തൽക്കാലത്തേക്ക്. ഒരു അലാം സിസ്റ്റം കൂടെ നമുക്ക് വെക്കാൻ പറ്റുവാണെങ്കിൽ മറ്റേ എൻഡിലും കൂടെ ഒരു അലാം സിസ്റ്റം നമുക്കൊന്ന് വെച്ച് കൊടുക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്തണം. കാരണം ആന ഇറങ്ങി വരുന്ന ആ ഒരു വഴിയിൽ വെക്കുവാണെങ്കിൽ അപ്പം അത് ഇങ്ങോട്ട് താഴേക്ക് വരാതെ നേരെ മുകളിലേക്ക് തന്നെ പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ശ്രമം കൂടെ നമ്മൾ നടത്തുന്നുണ്ട്. ഏതായാലും ഒരു അലാം സിസ്റ്റം കൂടെ ആർക്കെങ്കിലും, നല്ല മനുഷ്യരായിട്ടുള്ള ആർക്കെങ്കിലും ഒന്ന് സ്പോൺസർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദയവേത് നിങ്ങളൊന്ന് അറിയിക്കുകയാണെങ്കിൽ നമുക്കതും കൂടെ ഒന്ന് ചെയ്യാം കേട്ടോ. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.